അങ്ങനെ അവസാനം ഇവിടെ എത്തിക്കഴിഞ്ഞു. അഡ്വാൻസ് മാജിക്കൽ സ്കൂൾ. സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും. ഒരുപാട് സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് നിലവിളികളും ഉണ്ടായിരിക്കും. അന്തർ മദർ കാളി കലന്തർ. പോകൂ, എന്റെ സ്വപ്നങ്ങളൊക്കെ പോകൂ. അവിടെ പോയി ആ കുട്ടികളെ നല്ലപോലെ പേടിപ്പിക്കേ. അവര് നിലവിളിക്കുന്ന ശബ്ദം ഇവിടം വരെ കേൾക്കണം. എന്നിട്ട് വേണം എനിക്കെന്റെ വിശപ്പ് തീർക്കാൻ. നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നേ? എന്ത്, നമ്മൾ ആകാശത്തിൽ പറക്കുകയാണെന്നോ? അല്ല, എന്ത് പറ്റി? ഞങ്ങളൊരു പേടി സ്വപ്നം കണ്ട് ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ബെഡ് ഉണ്ടല്ലോ അമ്മേ, ആകാശത്തിൽ പറക്കുന്നത് പോലെ ഞങ്ങൾ കണ്ടു. ഞാൻ അതേ സ്വപ്നം തന്നെ കണ്ടത്. അല്ല, എന്താ സംഭവിച്ചത്? ഞങ്ങൾ വളരെ അപകടം പിടിച്ച ഒരു സ്വപ്നം കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ സ്വപ്നം കണ്ടത്. ഡ്രാഗൺ ഞങ്ങളെ ചേസ് ചെയ്യുന്ന പോലെ. അതെയോ? ഞാനും ദുസ്വപ്നം കണ്ടു. അല്ല, ഈ ശബ്ദം എവിടുന്നാ കേൾക്കുന്നേ? എന്റെ സ്വപ്നങ്ങളൊക്കെ പോകൂ. അവിടെ പോയി ആ കുട്ടികളെ നല്ലപോലെ പേടിപ്പിക്കേ. അവര് നിലവിളിക്കുന്ന ശബ്ദം ഇവിടം വരെ കേൾക്കണം. എന്നിട്ട് വേണം എനിക്കെന്റെ വിശപ്പ് തീർക്കാൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനാ എല്ലാരും ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ? എല്ലാരും ഒന്ന് സമാധാനിക്കും. അല്ല, ആ നിലവിളി ശബ്ദമൊക്കെ എങ്ങനെ പെട്ടെന്ന് നിന്ന് പോയത്? എന്താ പറ്റിയത്? എല്ലാരും കൂടി എന്തിനാ കരഞ്ഞത്? ഞങ്ങള് അതിഭയങ്കരമായ സ്വപ്നം കണ്ടു. ഒരു വലിയ സ്പൈഡർ മോൺസ്റ്റർ എന്നെ ചേസ് ചെയ്ത് വരുന്നുവായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഒരു രാക്ഷസ പല്ലി എന്നെ ചേസ് ചെയ്ത് വരുന്നതായിട്ടാ. ഞാൻ ആരെയും ഞെട്ടിക്കുന്ന ഗോസ്റ്റിനെയാ കണ്ടത്. എല്ലാരും സമാധാനിക്കും. മാഡം കോണൻകു, ഇതൊക്കെ ആരോ ചെയ്ത ചതിയാണെന്നാ തോന്നുന്നേ. കണ്ടില്ലേ, എല്ലാരും ഒരുമിച്ച് പേടി സ്വപ്നം കണ്ടിരിക്കുന്നു. അല്ലാതെ ഇതൊരു കോയിൻസിഡൻസ് ആവാൻ ചാൻസ് ഇല്ല. എല്ലാരും ഒരുമിച്ച് ദുസ്വപ്നം കണ്ടിരിക്കുക. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മൾ എല്ലാരും ഒരുമിച്ചാണ് ഇരിക്കേണ്ടത്. ചെയ്തത് ആരാണെങ്കിലും ശരി, അവൻ നമ്മളെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കും. നീ പറഞ്ഞത് ശരിയാണ് രുദ്ര. എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹാളിൽ കിടന്നുറങ്ങാം.
അത് ശരി. അപ്പൊ ഇവരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു അല്ലേ? പോകൂ പോകൂ എന്റെ സ്വപ്നമേ പോകൂ. അവിടെ പോയി അവരെ നല്ലപോലെ പേടിപ്പിക്കേ. അവരുടെ നിലവിളി ശബ്ദം ഇങ്ങോട്ട് കൊണ്ടുവാ. അത് കൊണ്ടുവന്ന് എന്റെ പവർ കൂട്ട്. ഹലോ സർ, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാര്യം? I am magician of bad dreams and fear. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ഉറക്കമില്ലാതാക്കും. നിങ്ങളെ എല്ലാം ഞാൻ പേടിപ്പിക്കും. I am magician of nightmare. ഓ, അപ്പൊ നിങ്ങളാണല്ലേ എല്ലാവരുടെ ഉറക്കത്തിലും ദുസ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ സംഭവം വഷളാവുവേ. എന്നെ ഇവിടെ ആര് തടഞ്ഞു നിർത്താനാണ്? ആര്? നീയാണോ? നീ ഇപ്പോ ഉണർന്നിരിക്കുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും നീയും ഉറങ്ങിയല്ലേ പറ്റൂ. നീ ഉറങ്ങുമ്പോ ഞാൻ അവിടെ എത്തും, നിന്നെ വേട്ടയാടാനെത്തും. അപ്പോ നീ എന്ത് ചെയ്യും? തനിക്ക് എന്നെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞിരുന്നെങ്കിലേ താൻ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. രുദ്രയുടെ പ്രായവും രുദ്രയുടെ മാജിക്കും ഒരിക്കലും സംശയിക്കരുത്. എന്റെ ആക്രമണം ഇങ്ങനെയല്ല. എന്റെ ആക്രമണം സ്വപ്നങ്ങളിലാണ് നടക്കുന്നത്. ഞാൻ നീ ഉറങ്ങുന്നത് വരെ കാത്തിരിക്കും. ഓഹോ, കുട്ടികൾ ഉറങ്ങിയല്ലേ? ഈ കൂർക്കമ്പലി ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനിയാണ് എന്റെ കളി തുടങ്ങാൻ പോകുന്നത്. പോകൂ പോകൂ എന്റെ പ്രിയ സ്വപ്നമേ പോകൂ. അവിടെ പോയി അവരെ എല്ലാം പേടിപ്പിക്കേ. അവരുടെ നിലവിളി ശബ്ദം ഇവിടെ കൊണ്ടെത്തിക്കേ. എന്നിട്ട് എന്റെ വിശപ്പ് തീർക്ക്. കുട്ടിയുടെ നിലവിളി ശബ്ദം അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ അവൻ കാട്ടുന്നാണ് സ്വപ്നങ്ങൾ അയക്കുന്നത്. വരൂ, എന്റെ ശക്തി കൂട്ടൂ. വരൂ വരൂ.
വേണ്ട, വെളിച്ചം വേണ്ട, വെളിച്ചം വേണ്ട. മര്യാദക്ക് സ്കൂൾ വിട്ട് പോകുന്നതാ നല്ലത്. ഇതില്ലാതെ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നീയാണ് ആദ്യത്തെ കുട്ടി. നീയാണ് എന്നെ കണ്ട് പേടിക്കാത്തത്. നിനക്ക് ഞാൻ സ്പെഷ്യൽ നൈറ്റ് മെയർസ് തരും. അത് വളരെ ഭയങ്കരമായിരിക്കും. നീ കരഞ്ഞ് കരഞ്ഞ് എന്നോട് സഹായം അഭ്യർത്ഥിക്കും. ഞാൻ പേടിപ്പിക്കുന്ന സ്വപ്ന കണ്ടത്. അതിഭയങ്കര സ്വപ്നമായിരുന്നു. ഞാൻ പേടിച്ചു പോയി. എന്റെ ബെഡ് ആകാശത്തിൽ പറന്നുപോയി. അപ്പൊ ഒരു മമ്മി വീട്ടിൽ ജീവനോടെ തിരിച്ചു വന്നു. രുദ്ര, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഇല്ല, അതിന് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. ഈ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ പരത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ജോഡി, നീ ആ സോസ് ഒന്ന് പാസ് ചെയ്തേ. എന്റെ മാജിക് ശരിക്കും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. എന്ത് പറ്റി ജെഡി? ഉറക്കം കാരണം ശരിക്കും മാജിക് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നാ പിന്നെ നീ പവർ കാണിക്ക്. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതല്ലേ. എനിക്ക് രാവിലെ തന്നെ വളരെ ക്ഷീണം തോന്നുന്നു. എനിക്കും എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് രാവിലെ മാജിക് പോലും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അവന്റെ നൈറ്റ് മാർസിന്റെ എഫക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ നിലവിളിക്കുമ്പോ അവന്റെ പവേഴ്സിന്റെ എഫക്റ്റും കൂടുകയാണ്. നിങ്ങളത് കുറയും ചെയ്യും. പക്ഷേ എന്റെ പവേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. അന്തർ മന്തർ കാലിക്കലാന്തർ പറഞ്ഞു ചെല്ല്. ചെന്ന് ഒരുപാട് പഠിപ്പിക്കുക. ആരാണോ എന്റെ പവേഴ്സിനെ സംശയിക്കുന്നത് അവർക്കൊക്കെ ഒരുപാട് പഠിപ്പിക്കുക. നീ എന്താ ചെയ്യുന്നേ? ഇതൊക്കെ ഒന്ന് നിർത്ത്. നിന്റെ മാജിക് ഒന്ന് നിർത്ത് പ്ലീസ്. സൈലൻസ്. മാഡം കോണങ്കോ, എല്ലാ കുട്ടികൾക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. രാത്രി ആരും ശരിക്കും ഉറങ്ങിയിട്ടുമില്ല. ആ നൈറ്റ് മാർ മജീഷ്യന്റെ വീക്ക്നെസ് വെളിച്ചമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും പകൽ സമയത്താണ് ഉറങ്ങേണ്ടതെന്ന്. എന്നിട്ട് നൈറ്റ് ക്ലാസ്സസ് നടത്താം. അത് നല്ല ഐഡിയ. സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നിങ്ങളുടെ ഉറക്കം ശരിയാകാനായിട്ട് ഉറങ്ങാനായിട്ട് പോവുക. നിങ്ങളുടെ ക്ലാസ് രാത്രിയിൽ നടത്തുന്നതായിരിക്കും. ഇതെന്താണ്, കുട്ടികൾ ഉറങ്ങിപ്പോയോ? പകല് കിടന്നുറങ്ങുകയാണോ? അതെന്തായാലും നന്നായി. അവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് രാത്രിയിൽ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. നല്ല രസമായിരിക്കും. പോകൂ പോകൂ എന്റെ പ്രിയ സ്വപ്നങ്ങളെ, പോകൂ. അവർ പോയി ആ കുട്ടികളെ പേടിപ്പിക്ക്. അവരുടെ നിലവിളി ശബ്ദം എന്റെ കാതിൽ കേൾക്കണം. അങ്ങനെ എന്റെ വിശപ്പ് തീർക്ക്. ഞാൻ ഇന്ന് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ മൈറ. ഒരു മിനിറ്റ്. സ്ക്രീൻ ബ്രേക്കിംഗ് ക്ലൗഡ് ക്രിയേറ്റോ. അല്ല, ഇതെന്താ? നമുക്കൊരു പക്ഷെ നൈറ്റ് മാച്ച് വരികയാണെങ്കിൽ ഈ ബെൽ നമ്മളെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ പേടിച്ച് അലറി വിളിക്കേണ്ട കാര്യമില്ല.
അവിടെ നോക്ക്, അവിടെ ഒരു കടകുണ്ട്. രുദ്ര, നമ്മൾ ഡേ ആൻഡ് നൈറ്റ് പ്ലാൻ ഫെയിലായി പോയല്ലോ. എല്ലാവരും ഡേയിൽ കിടന്നുറങ്ങിയിട്ടും ഡേ മയർ കിട്ടിയിരിക്കുക. ഈ നൈറ്റ് മാർ മ്യൂജീഷ്യൻ വളരെ പവർഫുൾ ആണെന്നാ തോന്നുന്നത്. നമ്മൾ എത്രയും നേരം ഉറങ്ങുന്നോ അത്രയും പവേഴ്സ് നമ്മുടെ ദേഹം വിട്ട് പോകും. പിന്നെ അവൻ പവർഫുൾ ആയിട്ട് മാറിയിരിക്കും. ആ മജിഷ്യൻ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കണം. അവൻ സ്വപ്നത്തിലാണ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ അവന്റെ സ്വപ്നത്തിൽ പോയി തോൽപ്പിക്കുന്നത്? ഡ്രീം വേൾഡിനാണ് അവന്റെ ടോട്ടൽ പവറും ഉള്ളത്. നമുക്ക് എന്തായാലും അലസ സാറിനോട് ഒരു സഹായം ചോദിച്ചാലോ? ഡ്രീം വേൾഡിനെ കുറിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാമായിരിക്കും. മൈര, നീ പറഞ്ഞത് വളരെ ശരിയാണ്. വരൂ, അലഗ സാറിനോട് നിങ്ങളെ കണക്ട് ചെയ്തു തരാം. രുദ്ര, how are you? കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കണ്ടിട്ട് കുറെ ആയല്ലോ. ഹലോ അലഗാസാർ സർ, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്താ പറ്റിയത്? അലഗാസാർ സർ, ഞങ്ങളുടെ അക്കാഡമിയിൽ ഒരു മജീഷ്യൻ എല്ലാവർക്കും പേടി സ്വപ്നം കൊടുത്തോണ്ടിരിക്കുക. കുട്ടികളുടെ നിലവിളി കാരണം അവന്റെ പവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. അത്തരമൊരു മജീഷ്യനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഡ്രീം വേൾഡ് കൺട്രോൾ ചെയ്യാനുള്ള പവറോ? ഇത് ഓൾഡ് മാജിക്കൽ വേൾഡ് കം മാജിക് ആണ്. ഇന്നിവിടെ ഏറ്റവും പഴയ ആളാരെങ്കിലും ഉണ്ടെങ്കില് അവരാണ് മിസ് എൻക്വയറി. ഗുഡ് മോർണിംഗ് മിസ് എൻക്വയറി. ഹലോ രുദ്ര, നിനക്ക് സുഖാണോ? നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണല്ലോ. നിനക്ക് ഞാൻ കോഫി എടുത്തോണ്ട് വരാം. ഹലോ ഹലോ, ആദ്യം അവൻ പറയുന്നതൊന്ന് കേക്ക്. കോഫിയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാന്നേ. ആര് പറയുന്നത് കേൾക്കാനാ? ആരാ ഇവരൊക്കെ? ഷിടാ, ഇതാണ് രുദ്ര. ഇപ്പോഴല്ലേ നീ ഹലോ പറഞ്ഞത്? രുദ്ര? അതെ അതെ, എന്തു പറ്റി? ഒരു മജീഷ്യൻ ഉണ്ട്. അവൻ കുട്ടികൾക്കൊക്കെ നൈറ്റ് മെയർസ് കൊടുക്കുക. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ആണോ? നൈറ്റ് മെയർ തരുന്ന മജീഷ്യൻ. അവന്റെ പേര് നൈറ്റ് മെയർ മജീഷ്യൻ. അവനെ കുറിച്ച് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. സാധാരണയായിട്ട് എല്ലാവർക്കും ഉറക്കം വരും, അവനും ഉറക്കം വരും.
എപ്പോഴും ഉണർന്നിരിക്കണം, ഒരിക്കലും ഉറങ്ങരുത്, കാരണം നീ വിജയിക്കേണ്ടവനാണ്. ഇപ്പൊ ചെന്ന് കോഫി എടുത്തോണ്ട് വരട്ടെ. നിക്കൂ, അങ്ങനെ നിങ്ങളിപ്പോ പോരുത്. ഇപ്പൊ എന്താ കാര്യം? അവനെ കുറിച്ച് വേറെ നിങ്ങൾ പറയാൻ പറ്റുമോ? ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. അല്ലല്ല, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും നെർവസ് ആണല്ലോ. നിന്റെ പേര് മൈറ എന്നല്ലേ? ഹായ്, നൈസ് മീറ്റിംഗ് യു മൈറ. വരൂ, നമുക്ക് രണ്ടുപേർക്കും കോഫി കുടിക്കാം. എത്രയും വേഗം ഇമേജ് ഇല്ലാതെയാക്ക്. ഞങ്ങളെ തിരിച്ച് പറഞ്ഞയക്ക്, അല്ലെങ്കിൽ ആകെ പ്രശ്നമായി തീരും. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. Watch India's largest kids library only on Jio Hotstar. Download the app now.